Welcome back to Priya Moments. Let's go on to the next block in our plus one English textbook. Name of the new block is Beyond the Horizon. This unit comprises of 3 lessons. The first one is Sunrise on the Hills, a poem. Second one, The Trip of Lehola, a short story. And third one, The Sacred Turtles of Kantau, a Fijian legend. And this unit is about travels. We all like travels. Travels satisfy our unquenchable thirst of knowledge. It do give us many good experiences. These pandemic days, we do really miss our school tours, picnics, etc. Don't we? Let's hope our happy days will come back. Okay, now talking about travels. Travels do give us many good experiences, different places, different culture, different ways of living, foods, etc. Travels make us relaxed, give us positive energy. Is that so? യാത്രകൾ ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല. എല്ലാവർക്കും യാത്രകൾ ചെയ്യാനും പല പല സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഒക്കെ ഇഷ്ടമുള്ളവരാണ് നമ്മളെല്ലാവരും. നമുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഈ കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് യാത്രകളും സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതുമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സ്കൂൾ ടൂറ് കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടുമെന്ന് പ്രത്യാശിക്കാം. യാത്രകൾ നമുക്ക് തരുന്നത് നല്ല കുറേ ഓർമ്മകൾ, അതുപോലെ കുറേ അറിവുകളും നമുക്ക് പകർന്നു തരുന്നുണ്ട്. ഒരുപാട് പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് യാത്രകളെ എപ്പോഴും സ്നേഹിക്കുക. കഴിവതും നല്ല നല്ല സ്ഥലങ്ങൾ സന്ദർശിക്കാനും അവയുടെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കാനും നമുക്ക് സാധിക്കുകയും വേണം. അത് നമ്മുടെ ജീവിതത്തിൽ വിലമതിക്കാനാവാത്തൊരു സമ്പത്താണ് ഈ യാത്രകൾ തരുന്ന അനുഭവങ്ങളും. ഓക്കെ, നൗ ഐ ആം ഗോയിങ് ടു ഗിവ് യു എ വർക്ക്. ഞാൻ ഈ യൂണിറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ യൂണിറ്റിലല്ല, ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ തേർഡ് യൂണിറ്റിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ആ ഇൻട്രൊഡക്ഷനും അതിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കുമ്പോഴുള്ള 1-2 വർക്ക്സുമാണ് ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. അടുത്ത ഇതിൻ്റെ ഫസ്റ്റ് ലെസൺ അടുത്ത വീഡിയോയിലാണ് ചെയ്യുന്നത്. എന്തായാലും ഇപ്പം ഞാൻ തരാൻ പോകുന്ന വർക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. ഇമാജിൻ ദാറ്റ് യു ആർ പ്ലാനിങ് എ ടൂർ ടു എ പ്ലേസ് ഓഫ് ഇമ്പോർട്ടൻസ്. വാട്ട് ആർ യുവർ ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് യുവർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആൻഡ് റൈറ്റ് അബൌട്ട് ദ പ്രിപ്പറേഷൻസ് ദാറ്റ് യു വുഡ് മേക്ക് ഫോർ യുവർ ട്രിപ്പ്. നമ്മളൊരു സ്ഥലത്തേക്ക് പിക്നിക്ക് ടൂർ പോവുകയാണെന്ന് കരുതുക. അപ്പോൾ എങ്ങനെയുള്ള സ്ഥലമായിരിക്കും, വാട്ട് ഈസ് ദ പ്ലേസ് ഓർ വിച്ച് ഈസ് ദ പ്ലേസ് ദാറ്റ് യു വിൽ ലൈക്ക് ടു സെലക്ട്. ഏത് തരം സ്ഥലമാണ് അതിനായിട്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ സ്ഥലം സെലക്ട് ചെയ്തതിന് ശേഷം തന്നെ, സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. സ്ഥലം സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തൊക്കെയാണ് ഒരു യാത്രയ്ക്ക് മുമ്പ് ചെയ്യേണ്ട മുന്നൊരുക്കങ്ങൾ. അതായത് വെറുതെ കുറേ ഡ്രസ്സ് എടുത്ത് വെച്ച് പാക്ക് ചെയ്ത് പോയി എന്നല്ല. നിങ്ങളാണ് യാത്ര നടത്താൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എന്തൊക്കെയായിരിക്കണം ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള മുൻകരുതലുകൾ എന്നുള്ളതാണ് ഇവിടെ ഞാൻ എഴുതാൻ പറയുന്നത്. ഇഫ് യു ആർ പ്ലാനിങ് ഫോർ ട്രിപ്പ്, വാട്ട് ആർ ദ പ്രിപ്പറേഷൻസ് ദാറ്റ് യു വുഡ് മേക്ക്. അല്ലാതെ നമ്മൾ സ്കൂൾ ടൂറിന് പേരും കൊടുത്ത് പോകുന്നതിന് എന്തൊക്കെ പ്രിപ്പറേഷൻസ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? സോ ഫസ്റ്റ് വി ഹാവ് ടു സെലക്ട് എ പ്ലേസ്, വി ഹാവ് ടു സെലക്ട് എ മോഡ് ഓഫ് വെഹിക്കിൾ ഫോർ ട്രാവൽ, ദെൻ വി ഹാവ് ടു ബുക്ക് ദ ഹോട്ടൽസ് ദെയർ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മളൊരു പിക്നിക്ക് പോകുമ്പോൾ, ഓക്കെ, ടൂർ പോകുമ്പോൾ. സോ യു ഹാവ് ടു റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ കംപ്ലീറ്റ് പ്രിപ്പറേഷൻസ് that you would make before going for a travel to a particular place. So that is the first work that I am giving you. Now just watch this short video. I'm just showing some clips of some place. Could you identify this place? It's some scenes from our nearby Attapadi. Attapadi Reserve Forest is a protected area in Palakkad district. Attapadi is an it's a mountain valley at the headwaters of the Bhavani River, nestled below the Nilgiri Hills. It has one of the largest tribal settlements in Kerala. It is inhabited by Irulas, Mudugas and Kurumbas.
This hill area is famous for its worship of the mountain peak Malleshwaram. At the Malleshwaram temple is an extremely important event in the area. It is a beautiful place to visit. The climate in Attapadi is so unique. Baton rain, blazing daylight, basking drizzle and moody mist. Okay, and then trekking is an important enjoyment for youth here. Attapadi hills disclose diverse diversity of nature's splendor. And here we could see the inhabitants as the tigers, and herds of elephants can also be seen here. And blooming Neelakurni flower add the beauty to the nature of the Attapadi areas. So you should once visit this place and enjoy the beauty of nature. It will surely help you to get a relief from your hard life. And remember once to visit Attapadi. Okay. Now I have shown you the short clips from Attapadi. This is that we visited last year from our school. That is the snaps I am showing you here. Now think of a place in your locality which is noted for its scenic beauty, and describe the place in your own words in your notebook. Okay, now I just gave my own way of description of Attapadi which we saw last year. Now what you have to do is, nearby in your locality there will be such a place which is having the beauty of nature. You have to write a paragraph about that place, and you have to write how the way or how to reach there. Okay, write it and then submit it. So 2 works are there. The first one is planning a tour to a place, and then how the preparations for doing so, and second one is you have to give a description of a nature beauty place nearby in your locality. Okay, thank you. In our next video I will be giving you the detailed explanation of the poem Sunrise on the Hills. Thank you very much for watching the video. Keep watching. Thank you.